പ്ലീസ് ആഗ്നേയ, ഞാൻ സത്യമാണ് പറയുന്നത്. ഒന്ന് വിശ്വസിക്കേ. നീ പറഞ്ഞത് ഞാൻ വിശ്വസിക്കാം. പക്ഷേ എന്തെങ്കിലും ഒരു തെളിവ് കാണിക്കാൻ പറ്റുമോ? ഒരു ഫോട്ടോ എങ്കിലും? ഇല്ല, എൻ്റെ കയ്യിൽ ഫോട്ടോയൊന്നുമില്ല. എങ്കിലും ഞാൻ പറഞ്ഞത് സത്യമാണ്. ഇന്നല്ലെങ്കിൽ നാളെ നിനക്കത് മനസ്സിലാകും. ഒരിക്കൽ നീ എൻ്റെ ഹർഷനെ സ്നേഹിച്ചിരുന്നു. എന്നാൽ അവനത് നിരസിച്ചു. അതുകൊണ്ടല്ലേ അവനെക്കുറിച്ച് നീ ഇങ്ങനെയൊക്കെ പറയുന്നത്? ഇനിയൊരു അക്ഷരമെങ്കിലും നീ എൻ്റെ ഹർഷനെക്കുറിച്ച് പറഞ്ഞാലുണ്ടല്ലോ. നവമിക്ക് നേരെ താക്കീതെന്നോണം വിരൽ ചൂണ്ടി അവൾ പറഞ്ഞു. താൻ എന്തു പറഞ്ഞാലും ഹർഷനോടുള്ള സ്നേഹത്താൽ അന്ധയായ അവൾ ഒന്നും വിശ്വസിക്കില്ല എന്ന് മനസ്സിലാക്കിയ നവമി പിന്നൊന്നും പറയാതെ അവിടെ നിന്ന് അവൾ എഴുന്നേറ്റ് പോയി. എന്നാലും എന്തൊരു പെണ്ണാണിവൾ! ഒരിക്കൽ അവനവളെ നിരസിച്ചു എന്ന കാരണത്തിൽ ഇത്രയ്ക്ക് മോശമായി പറയാമോ? ആഗ്നേയയ്ക്ക് നവമിയോടുള്ള ദേഷ്യം അടക്കാനാവുന്നില്ലായിരുന്നു. അപ്പോഴാണ് ഹർഷൻ അവിടേക്ക് വന്നത്. എന്തു പറ്റി മോളെ, നീ എന്താ വല്ലാതെ ഇരിക്കുന്നത്? ഒന്നുമില്ല, ഞാൻ വെറുതെ എന്തൊക്കെയോ ആലോചിച്ചിരുന്നു പോയി. കള്ളം പറയല്ലേ മോളെ, നിനക്കെന്തോ വിഷമമുണ്ടായിട്ടുണ്ട് എന്നെനിക്ക് മനസ്സിലായി. എന്നോട് പറയാൻ ഇഷ്ടമില്ലെങ്കിൽ പറയണ്ട. അതല്ല ഹർഷ, നവമി ഇന്നും എന്നോട് നിന്നെപ്പറ്റി എന്തൊക്കെയോ പറഞ്ഞു. അതൊക്കെ കേട്ടപ്പോൾ സഹിക്കാൻ പറ്റുന്നില്ല. നവമി എന്ന പേര് കേട്ടതും അവനിൽ ദേഷ്യം നുരഞ്ഞു പൊന്തുന്നുണ്ടായിരുന്നു. വളരെ പാടുപെട്ട് അത് മറയ്ക്കാനെന്നോണം ഒരു പുഞ്ചിരി വരുത്തി. എനിക്ക് മനസ്സിലായി, അവൾ ഇന്നും പറഞ്ഞുവല്ലേ, എനിക്ക് നിന്നോട് ഇഷ്ടമൊന്നുമില്ല, ചുമ്മാ അഭിനയമാണ്, ഞാൻ വേറൊരു പെൺകുട്ടിയുമായി ഇഷ്ടത്തിലാണ് എന്നൊക്കെ. അതെ, എന്നാലും നിനക്ക് എങ്ങനെ ഹർഷ ഇപ്പോഴും ചിരിക്കാൻ കഴിയുന്നു? എനിക്കത് ഓർക്കുമ്പോൾ തന്നെ എന്തോ പോലെ. ഞാൻ പറഞ്ഞില്ലേ, ഒരിക്കൽ അവളെന്നോട് ഇഷ്ടമാണെന്ന് പറഞ്ഞിരുന്നു. അത് ഞാൻ നിരസിച്ചു. ഇപ്പോൾ നിന്നെ സ്നേഹിക്കുന്നു. അതുകൊണ്ടുള്ള വെറും അസൂയയായി കണ്ടാൽ മതി നീ അത്. അല്ലാതെ അതിനെല്ലാം വിഷമിക്കാൻ നിന്നാൽ അതിനെ നേരം കാണുമെന്നേ. അത്രയും പറഞ്ഞുകൊണ്ട് അവനവളെ ഗാഢമായി പുണർന്നുകൊണ്ട് നെറ്റിയിൽ ചുംബിച്ചു. അത് ആഗ്രഹിച്ചതുപോലെ അവൾ ആ നെഞ്ചിൽ പറ്റിച്ചേർന്നു നിന്നു. കുറച്ചു സമയത്തിനു ശേഷം ഹർഷന്റെ ഫോണിലേക്ക് വന്നൊരു കോളാണ് അവരെ സുബോധത്തിലേക്ക് കൊണ്ടുവന്നത്. താൻ ഹർഷനെ പുണർന്നു നിൽക്കുകയാണെന്ന് മനസ്സിലായതും അവനെ തള്ളി മാറ്റി അവൾ നാണത്തോടെ തല കുമ്പിട്ട് നിന്നു. ഹലോ, ഞാൻ 1 മണിക്കൂറിനകം അവിടെ എത്താം. അവൻ ആ കോൾ കട്ട് ചെയ്ത് ഫോൺ പോക്കറ്റിലിട്ട് ഒരു പുഞ്ചിരിയോടെ വീണ്ടും അവളെ നോക്കി. ആരാ ഹർഷ വിളിച്ചത്? 1/2 മണിക്കൂറിൽ എത്താമെന്ന് പറഞ്ഞല്ലോ. ആരോടാണ്? ഇനി ഞാനറിയാതെ വല്ല കാമുകിമാരും ഉണ്ടോ? തമാശയെന്നോണം ചിരിച്ചുകൊണ്ട് അവൾ ചോദിച്ചു. നിനക്കറിയില്ലേ, എൻ്റെ മനസ്സിൽ നീ മാത്രമേ ഉള്ളൂ. മറ്റൊരു പെണ്ണിനും ഈ ജന്മം എൻ്റെ മനസ്സിൽ സ്ഥാനമില്ലെന്ന് അവൻ പരിഭവം പോലെ അവളോട് ചോദിച്ചു. അതെനിക്കറിയാം, ഈ മനസ്സിൽ ഞാൻ മാത്രമേ ഉള്ളൂവെന്ന്. ഞാൻ വെറുതെ ചോദിച്ചതല്ലേ. അപ്പോൾ ശരി മോളെ, എനിക്കിന്നൊരു ക്ലയൻറ്റുമായി ഒരു മീറ്റിംഗ് ഉണ്ട്, രാത്രി വിളിക്കാം. അവളെ ഒന്നുകൂടി ചുംബിച്ചുകൊണ്ട് അവൻ അവിടെ നിന്നും യാത്രയായി. തന്നെ ഇത്രയധികം സ്നേഹിക്കുന്ന ഒരാളെക്കുറിച്ചാണല്ലോ കൂട്ടുകാരി ആയിരുന്നിട്ട് പോലും കുറ്റം പറഞ്ഞതെന്നോർത്ത് നവമിയോട് അവൾക്ക് ദേഷ്യം ഇരട്ടിച്ചു. ഇതേ സമയം എങ്ങനെ തൻ്റെ കൂട്ടുകാരിയെ ഹർഷന്റെ കെണിയിൽ നിന്നും രക്ഷിക്കാമെന്ന ചിന്തയിലായിരുന്നു നവമി. ദിവസങ്ങൾ വേഗത്തിൽ ഓടി മറിഞ്ഞുകൊണ്ടിരുന്നു. വീട്ടിൽ കല്യാണാലോചനകൾ മുറുക്കിക്കൊണ്ടിരുന്നപ്പോഴാണ് അവൾ ഹർഷനെ കുറിച്ച് പറഞ്ഞത്. അത് നടക്കില്ല അഗ്നി. നിങ്ങളുടെ കുഞ്ഞുനാളിലെ ഞങ്ങൾ പറഞ്ഞുറപ്പിച്ചതാണ് നിന്റെയും റയാൻഷിൻ്റെയും വിവാഹം. പണ്ടെങ്കോ കൊടുത്ത വാക്കാണ് നിങ്ങൾ പാലിക്കാൻ നോക്കുന്നത്. എന്നാൽ എൻ്റെ പ്രണയത്തെയാണ് ഞാൻ കൂട്ടിച്ചേർക്കാൻ ശ്രമിക്കുന്നത്. അതുകൊണ്ട് എനിക്കൊരു വിവാഹമുണ്ടെങ്കിൽ അത് ഹർഷനൊപ്പം മാത്രമായിരിക്കും, അവൾ തറപ്പിച്ചു പറഞ്ഞു. അവസാനം ഗത്യന്തരമില്ലാതെ അവളുടെ വീട്ടുകാർ ഹർഷനുമായുള്ള വിവാഹത്തിന് സമ്മതിച്ചു. അതറിഞ്ഞ് അവൾ ഏറെ സന്തോഷിച്ചു. വിവാഹ നിശ്ചയ ദിവസം വന്നെത്തി. നേവി ബ്ലൂ നിറമുള്ള കല്ലുകൾ പതിപ്പിച്ച ലഹങ്കയിൽ അവൾ ഏറെ സുന്ദരിയായി ഒരുങ്ങി. അതേ നിറത്തിലുള്ള ഷെർവാണിയിൽ ഹർഷനും സുന്ദരനായിരുന്നു. 2 മാസത്തിന് ശേഷമുള്ളൊരു ശുഭമുഹൂർത്തത്തിൽ വിവാഹം നടത്താമെന്ന ഇരു വീട്ടുകാരുടെയും ഉറപ്പിൽ അവർ രണ്ടുപേരും പരസ്പരം തങ്ങളുടെ പേരുകൾ എഴുതിയ മോതിരം അണിയിച്ചു. പിന്നെയുള്ള ദിവസങ്ങളിൽ അവൾ ഏറെ സന്തുഷ്ടയായിരുന്നു. അങ്ങനെയൊരു ദിവസമാണ് നവമിയുടെ കോൾ അവളെ തേടി വന്നത്. ഹലോ, ഇനിയും ഹർഷനെക്കുറിച്ച് അനാവശ്യം പറയാനാണെങ്കിൽ എനിക്ക് സംസാരിക്കാൻ താല്പര്യമില്ല. നീ അറിഞ്ഞില്ലേ, ഞങ്ങളുടെ വിവാഹം നിശ്ചയിച്ചു.
പുച്ഛത്തോടെ ആഗ്നേയ പറഞ്ഞു നിർത്തി. ഇല്ലടാ, ഇനി അയാളെക്കുറിച്ച് മോശമായി ഒരു വാക്കുപോലും ഞാൻ പറയില്ല. എനിക്കിപ്പോൾ നിന്നെ അത്യാവശ്യമായൊന്ന് കാണണം. എന്തു പറ്റി? എന്തെങ്കിലും കുഴപ്പമുണ്ടോ? അതൊക്കെ പറയാം നേരിട്ട്. ഞാൻ വൈറ്റ് സ്റ്റാൻഡ് കഫേയിലുണ്ട്. നീയൊന്ന് എത്രയും പെട്ടെന്ന് ഇവിടം വരെ വരണം. അത്രയും പറഞ്ഞുകൊണ്ട് നവമി കോൾ കട്ടാക്കി. സമയം ഒട്ടും പാഴാക്കാതെ ആഗ്നേയ തൻ്റെ സ്കൂട്ടിയും എടുത്ത് നവമി പറഞ്ഞ കഫേയിലേക്ക് തിരിച്ചു. അരികിലിരിക്കുന്ന ടേബിളിൽ തനിച്ചിരിക്കുന്ന നവമിയെ കണ്ട് ആഗ്നേയ വേഗം അവൾക്കരികിലെത്തി അവൾക്ക് അഭിമുഖമായിരുന്നു. എന്താ നീ എന്നെ കാണണമെന്ന് പറഞ്ഞത്? പറയാനല്ല, കാണിക്കാനാണുള്ളത്. എന്ത് കണ്ടാലും അത് സഹിക്കാനുള്ള ശക്തി നിനക്കുണ്ടാവണം. നവമി പറഞ്ഞു വരുന്നത് എന്താണെന്ന് മനസ്സിലാകാതെ ആഗ്നേയ അവളുടെ വാക്കുകൾക്ക് കാതോർത്തു അവളെ തന്നെ നോക്കിയിരുന്നു. നവമി തൻ്റെ വലതുവശത്തേക്കുള്ള ടേബിളിലേക്ക് വിരൽ ചൂണ്ടി. അത്രമേൽ അവളെ നോവിച്ച കാഴ്ചയാണ് അവിടെ കണ്ടത്. താൻ പ്രാണനായി കണ്ടവൻ മറ്റൊരു പെണ്ണിൻ്റെ ചുണ്ടിലേക്ക് സ്നേഹത്തോടെ ഐസ്ക്രീം വെച്ചു കൊടുക്കുന്നു. അതുകണ്ട് ആഗ്നേയ പ്രജ്ഞയറ്റവളെ പോലെ ഇരുന്നു പോയി. അവൾക്കൊരു സാന്ത്വനം എന്നോണം നവമി അവളുടെ കൈകൾ ആഗ്നേയയുടെ കൈകളിൽ അമർന്നു. ഞാനിവിടെ അടുത്തുള്ളൊരു ഓഫീസിലേക്ക് വന്നതാണ്. അവിടെ നിന്ന് ഇറങ്ങുമ്പോഴാണ് ഹർഷനും ഒരു പെൺകുട്ടിയും ഇവിടേക്ക് കയറി വരുന്നത് കണ്ടത്. പല തവണ ഞാൻ നിനക്ക് മുന്നറിയിപ്പ് തന്നു. അന്നെല്ലാം നിന്റെ കണ്ണിൽ ഞാനായിരുന്നു തെറ്റുകാരി. ഇനിയും നീ വഞ്ചിതയാവാതിരിക്കാൻ വേണ്ടിയാണ് നിന്നെ ഇങ്ങോട്ട് വിളിച്ചത്. ഒറ്റ കൂട്ടുകാരിയായിരുന്നിട്ടും അവളെ വിശ്വസിക്കാതിരുന്നതിൽ ആഗ്നേയയ്ക്ക് കുറ്റബോധം തോന്നി. കോപത്തോടെ ഹർഷനടുത്തേക്ക് നടക്കാൻ തുടങ്ങിയതും നവമി അവളെ തടഞ്ഞു. നവമിയുടെ കൈ തട്ടി മാറ്റിക്കൊണ്ട് ആഗ്നേയ ഹർഷനരികിലേക്ക് നടന്നു. അവളെ കണ്ടതും അവൻ ഒന്ന് ഭയന്നു. താൻ ഇന്നുവരെ പറഞ്ഞു വിശ്വസിപ്പിച്ചിരുന്ന കള്ളങ്ങളെല്ലാം പൊളിഞ്ഞു എന്നവന് മനസ്സിലായി. അവനടുത്തെത്തിയതും അവൻ്റെ മുഖമടിച്ചൊരടി കൊടുത്തു അവൾ. ശബ്ദം കേട്ട് അവിടെ ഉള്ളവരെല്ലാം ശ്രദ്ധ ഹർഷനിലേക്കും ആഗ്നയിലേക്കുമായി. കയ്യിലെ മോതിരം അവൻ്റെ മുഖത്തേക്ക് വലിച്ചെറിഞ്ഞ് കരഞ്ഞുകൊണ്ടവൾ അവിടെ നിന്നും ഓടിപ്പോയി. വീട്ടിലെത്തിയതും അവൾ നേരെ തൻ്റെ മുറിയിലേക്കാണ് ഓടിയത്. കരഞ്ഞു കലങ്ങിയ മുഖം കണ്ട് അമ്മ എന്തു പറ്റിയെന്ന് ചോദിച്ചുകൊണ്ട് അവൾക്ക് പുറകിൽ പോയി. അവൾക്ക് പുറകിൽ നവമിയും അവളുടെ വീട്ടിലെത്തിയെങ്കിലും അപ്പോഴേക്കും മുറി അവൾ അകത്തു നിന്നും കുറ്റിയിട്ടിരുന്നു. എത്രയൊക്കെ വിളിച്ചിട്ടും അവൾ വാതിൽ തുറന്നില്ല. അതുകൊണ്ട് നവമിയും അന്ന് അവിടെ തങ്ങാൻ തീരുമാനിച്ചു. എത്രയൊക്കെ കാര്യം ചോദിച്ചിട്ടും ആഗ്നയുടെ അമ്മയോട് നവമി ഒന്നും വിട്ടു പറഞ്ഞില്ല. നേരം രാത്രിയോട് അടുത്തു തുടങ്ങി. അമ്മ കരഞ്ഞുകൊണ്ട് തുടരെ വാതിലിൽ മുട്ടിക്കൊണ്ടിരുന്നു. അവസാനം തൻ്റെ സങ്കടത്തേക്കാൾ അമ്മയുടെ കണ്ണീരിന് ഞാനാണല്ലോ കാരണമെന്ന ചിന്തയിൽ ആഗ്നേയ വാതിൽ തുറന്നു. കരഞ്ഞു കണ്ണുകൾ കലങ്ങുകയും വിങ്ങുകയും ചെയ്തിരുന്നു. അവളെ കണ്ടതും ആ അമ്മ അവളെ കെട്ടിപ്പിടിച്ചു. എന്താ എൻ്റെ മോൾക്ക് പറ്റിയത്? എന്തിനാ എന്നെ ഇത്രയും വിഷമിപ്പിച്ച് നീ? എന്തുണ്ടെങ്കിലും അമ്മയോട് പറയും. അമ്മയുടെ സാന്ത്വനത്തിനു മുന്നിൽ അവൾ താൻ കണ്ട കാര്യങ്ങളെല്ലാം അമ്മയോട് പറഞ്ഞു. ഹർഷൻ ഒരു ചതിയനാണമ്മേ. അതറിയാതെ ഇത്രയും നാൾ ഞാൻ അവനെ സ്നേഹിച്ചു. ആഗ്നേയ പദം പറഞ്ഞു കരയാൻ തുടങ്ങി. ഇത്രയും നാൾ തങ്ങൾക്ക് മുന്നിൽ നല്ലവനാണെന്ന് നടിച്ച ഹർഷനെ ഓർക്കും തോറും അവൾക്ക് ദേഷ്യം ഇരച്ചു കയറുന്നുണ്ടായിരുന്നു. പിന്നെയെല്ലാം പെട്ടെന്നായിരുന്നു. വീട്ടുകാരെല്ലാം കൂടി ആലോചിച്ച് ആ വിവാഹം വേണ്ടെന്ന തീരുമാനത്തിലെത്തി. സ്നേഹിച്ചവൻ്റെ വഞ്ചനയിൽ ആ പെണ്ണിൻ്റെ മനസ്സ് വല്ലാതെ വേദനിച്ചിരുന്നു. ആരോടും മിണ്ടാതെ ഭക്ഷണം പോലും കഴിക്കാതെ കുറച്ച് ദിവസം കൊണ്ട് തന്നെ അവൾ ക്ഷീണിച്ചു പോയിരുന്നു. വിവരങ്ങളെല്ലാം അറിഞ്ഞ് റയാൻഷ് അവളെ കാണാനെത്തി. ആദ്യമൊന്നും അവൾ അവനെ കാണാൻ കൂട്ടാക്കിയില്ല. എന്നാൽ അവൻ ദിവസവും അവളെ കാണാൻ വരുന്നത് പതിവാക്കി. പതിയെ അവൾ അവനെ നോക്കി പുഞ്ചിരിക്കാനും പിന്നീട് സംസാരിക്കാനും തുടങ്ങി. 1-2 മാസങ്ങൾ കൊണ്ട് തന്നെ അവൻ അവളെ പഴയ ആഗ്നയാക്കിയെടുത്തു. ഒരാണിൻ്റെ ചതിയിൽ തകർന്നവളെ വീണ്ടും ജീവിതത്തിലേക്ക് കൊണ്ടുവന്നു. പേരിട്ട് വിളിക്കാനാവാത്ത, പരസ്പരം തമ്മിൽ കാണാതിരിക്കാനാവാത്ത ഒരിഷ്ടമായി അത് മാറാൻ പിന്നീട് അധികം സമയം വേണ്ടി വന്നില്ല. അങ്ങനെ ഒരു നാൾ റയാൻഷ് തൻ്റെ മനസ്സിലുള്ള ഇഷ്ടം പറയാൻ തീരുമാനിച്ചു. എനിക്ക് നിന്നോടൊപ്പം സംസാരിക്കാനുണ്ട്. അത് കേട്ട് നീ നിന്റെ തീരുമാനം പറയണം. അതെന്തു തന്നെ ആയാലും ഞാൻ നിന്നോടൊപ്പം ഉണ്ടാകും. റയാൻഷ് പറഞ്ഞു വരുന്നത് എന്തെന്ന് മനസ്സിലാകാതെ ആഗ്നേയ അവൻ്റെ വാക്കുകൾക്കായി കാതോർത്തു. എനിക്ക് നിന്നെ ഇപ്പോഴും ഇഷ്ടമാണ്. ഇതിപ്പോൾ നിന്നോടുള്ള സഹതാപത്തിൻ്റെ പുറത്താണെന്ന് വിചാരിക്കരുത്. മുൻപ് എനിക്ക് നിന്നെ ഇഷ്ടമായിരുന്നു. അതുകൊണ്ടാണ് അന്ന് നമ്മുടെ വിവാഹത്തെപ്പറ്റി ആലോചിച്ചത്. ഇപ്പോഴും ആ ഇഷ്ടത്തിന് ഒരു കുറവുമില്ല. നിനക്കും എന്നോട് ഇഷ്ടമുണ്ടെങ്കിൽ ഇനിയുള്ള നമ്മുടെ ജീവിതം ഒരുമിച്ചായിക്കൂടെ? റയാൻഷ് ഇപ്പോഴും തന്നെ സ്നേഹിക്കുന്നു എന്നറിഞ്ഞ്
അവളുടെ ഉള്ളിൽ സന്തോഷം നൽകിയെങ്കിലും ഒരു തീരുമാനമെടുക്കാൻ അവൾക്കായില്ല. പക്ഷെ അവളും അവനെ സ്നേഹിച്ചു തുടങ്ങിയിരുന്നു. എന്തു പറയണമെന്നറിയാതെ നിൽക്കുന്നവളെ നോക്കി അവൻ തുടർന്നു. ഇപ്പോൾ തന്നെ ഒരു മറുപടി പറയണമെന്നില്ല. ആവശ്യമുള്ള സമയമെടുത്ത് ആലോചിച്ചൊരു തീരുമാനത്തിലെത്തിയാൽ മതി. തൻ്റെ മനസ്സ് വായിച്ച പോലെ അവനത് പറഞ്ഞപ്പോൾ അവൾക്കും സമാധാനമായി. ഒന്നും മിണ്ടാതെ പതിയെ അവൾ തിരിഞ്ഞു നടന്നു. അപ്പോഴും ഒന്നും മിണ്ടാതെ അവൾ പോകുന്നത് നോക്കി നിൽക്കുകയായിരുന്നു അവൻ ചെയ്തത്. അല്പനേരം കഴിഞ്ഞ് ഒന്ന് തിരിഞ്ഞു നോക്കി അവളൊന്ന് പുഞ്ചിരിച്ചു. അതിലുണ്ടായിരുന്നു അവളുടെ ഉത്തരം. എങ്കിലേ അച്ഛനെയും അമ്മയും കൂട്ടി വീട്ടിൽ വാ, എല്ലാം ചടങ്ങ് പോലെ നടക്കട്ടെ. അവൾ പറഞ്ഞത് കേട്ട് അവനൊന്ന് പുഞ്ചിരിച്ചു. ആ ചിരിക്ക് മാനത്തെ നക്ഷത്രങ്ങളെപ്പോലെ തിളക്കവും ശോഭയും ഉണ്ടായിരുന്നു. ഇനി അവർ തുടങ്ങട്ടെ ഒരു ജീവിതത്തിൻ്റെ പുതിയ അധ്യായം. ഒന്നും ഒന്നിൻ്റെയും അവസാനമല്ല, ചില പുതിയ തുടക്കങ്ങളുടെ ആരംഭം മാത്രമാണ്. ഈ കഥ നിങ്ങൾക്കിഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യൂ. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റായി രേഖപ്പെടുത്തൂ. കൂടുതൽ കഥകൾ കേൾക്കാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ.